ചികിത്സയ്ക്കായി സഹായം തേടി ഒരു കുടുംബം. ക്യാൻസർ രോഗബാധിതയായി സബിത തുടർ ചികിത്സയ്ക്കും ഓപ്പറേഷനുമായി പണം കണ്ടെത്താനാകാതെ വലയുകയാണ്. തനിക്ക് നേരെ സുമനസുകൾ കരുതലിന്റെ കരം നീട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് സബിത. കഴിഞ്ഞ 3 വർഷമായി ക്യാൻസർ രോഗത്തോട് പൊരുതി ജീവിക്കുകയാണ് നെടുമങ്ങാട് അന്നാട് സ്വദേശിയായ സബിത. തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താനാകാതെ നട്ടം തിരിയുകയാണ് സബിതയുടെ കുടുംബം. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അനിവാര്യമാകുന്ന സാഹചര്യത്തിൽ 30 ലക്ഷത്തോളം രൂപ ഓപ്പറേഷനായി കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ ചികിത്സ തേടുന്നത് തിരുവനന്തപുരം RCCയിൽ നിന്നാണ്. സർജറി ഇവിടെ നടത്തുവാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ വെല്ലൂരിലെ ആശുപത്രിയിലേക്ക് തുടർ ചികിത്സയ്ക്കായി മാറേണ്ടി വരും. 3 വർഷമായിട്ട് RCCയിലെ ചികിത്സയിലാണ്. ഇപ്പോൾ നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി ഒക്കെ എടുത്ത് ഫെയിലായ ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഏകദേശം 40 ലക്ഷത്തോളം ഇപ്പം തന്നെ ചിലവായി. വീടും ഒക്കെ പണയത്തിലാണ്. വീട് 8 സെന്റ് സ്ഥലമാണുള്ളത്, എല്ലാം പണയത്തിലാണ്. അപ്പോൾ ആൾക്ക് പെട്ടെന്ന് ഒരു മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണം. CMC വെല്ലൂരിലേക്കാണ് റെഫർ ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതിന് അടിയന്തരമായിട്ട് ഒരു 30 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് അത് താങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ആകെ സമ്പാദ്യമെന്ന് പറയാനുള്ള 8 സെന്റിലെ ഒരു വീടും നിലവിൽ ലോണിലാണ്. മുൻപോട്ട് എന്തെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സബിതയുടെ ഭർത്താവ് ഹോട്ടൽ തൊഴിലാളിയായ ബിജു. വിദ്യാർത്ഥികളായ 3 മക്കളാണ് ഇവർക്ക്. അതുകൊണ്ട് തന്നെ നിലവിൽ ബിജു മാത്രമാണ് കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം. ഓപ്പറേഷൻ ഉടൻ തന്നെ വേണമെന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം. ദിവസേന വേണ്ടുന്ന മരുന്നുകൾക്കായി പോലും കയ്യിൽ പണം തികയാത്ത അവസ്ഥയാണ്. തങ്ങൾക്ക് മുന്നിൽ മറ്റൊരു വഴിയും തെളിയാതെ സുമനസുകളുടെ സഹായം തേടുകയാണ് സബിതയും കുടുംബവും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.